ഹായ് വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 10th മൊഡ്യൂൾ ആയിട്ടുള്ള അക്വാറ്റിക് അനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഫസ്റ്റ് പോർഷൻ ഫിഷ് ഡിസീസസിനെ പറ്റിയിട്ടാണ്. അതിൽ തന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസിലെ ആദ്യം ബാക്ടീരിയൽ ഡിസീസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ബാക്ടീരിയൽ ഡിസീസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പഠിക്കാം. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, കുറച്ച് PYQs ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മറ്റൊരു ലെക്ചർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് ബാക്ടീരിയൽ ഡിസീസിനെ പറ്റിയിട്ടും അതിന്റെ സിംറ്റംസിനെ പറ്റിയിട്ടും ഡയഗ്നോസിസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇതിൽ നോക്കാം. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാനുള്ള ആൾക്കാർ തന്നെ മൈക്രോസ്കോപ്പിക് ആണ്. അതുപോലെ സ്റ്റെയിനിങ്ങിന്റെ ബേസിസിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രാം പോസിറ്റീവ് ഉണ്ട്, ഗ്രാം നെഗറ്റീവ് ഉണ്ട്. രണ്ട് പേരും നമുക്കല്ല ഫിഷസിന് എന്ത് ഡിസീസ് കോസിങ് ആണ്. അതുപോലെ പല പല ഷേപ്പ് ഉണ്ടല്ലേ, റോഡ് ഷേപ്പ് ഉണ്ട്, അതിൽ സ്പെറിക്കൽ ഉണ്ട്, വിബ്രിയോ എന്താണ്, കോമ ഷേപ്പുള്ള ബാക്ടീരിയ ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ബാക്ടീരിയയെ പറ്റി അറിയാമെന്നുള്ള കുറച്ച് ബേസിക് നോളജ് ആണ്. അപ്പൊ അത്ര അതിനെപ്പറ്റി നമ്മൾ ഇനി പോകുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാമെന്ന് വെച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫിഷിന് എന്തൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പൊ ഇത് വളരെ വെയിറ്റേജ് കൂടിയ ഒരു ടോപ്പിക് ആണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഡിസീസസും അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം ഒക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 മാർക്ക് ഈ ഒരു ഹോൾ മൊഡ്യൂളിൽ നിന്ന് കിട്ടും. അതിൽ ഒരു 3-4 മാർക്ക് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി പഠിക്കാം. ഫസ്റ്റ് വൺ, ഫ്യൂറൻകുലോസിസ്. ഫ്യൂറൻകുലോസിസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബാക്ടീരിയൽ ഡിസീസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ആ ഒരു ഫിഷിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഫ്യൂറൻകുലോസിസ് ബാധിക്കപ്പെട്ട ഒരു ഫിഷിന്റെ പിക്ചർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അതിൽ കണ്ടാൽ തന്നെ അറിയാം, എന്റെ ബോഡിയിലൊക്കെ എന്തുണ്ട്, അൾസേഴ്സ് പോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, ചെറിയ ചെറിയ മുറിവുകളുണ്ട്, ലീഷൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫ്യൂറൻകിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു ബോഡി ലീഷൻസിനെ അല്ലെങ്കിൽ ബോഡിയിൽ ബോയിൽസ് പോലെ വന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂറൻകിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിന്നില് ഈ ഫ്യൂറൻകിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡൗട്ട് ചെയ്യാം, ഫ്യൂറൻകുലോസിസ് ആണോ എന്ന് നമുക്ക് ഡൗട്ട് ചെയ്യാം. ഇതിന് വൾനറബിൾ സ്പീഷീസ്, അതായത് ഫ്യൂറൻകുലോസിസ് വരാൻ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ഏതൊക്കെ സ്പീഷീസിനെയാണ്, സാൽമൺസിനെയും കാർബ്സ്, അതുപോലെ തിലാപ്പിയ, കാറ്റ് ഫിഷസ്, നമ്മൾ കൾച്ചർ ചെയ്യുന്ന ഫിഷസിനൊക്കെ ഈ ഒരു ഡിസീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കോസേറ്റീവ് ഓർഗാനിസം ആണ് എറോമോണസ് സാൽമോണിസിഡ. എറോമോണസ് സാൽമോണിസിഡയാണ് ഫ്യൂറൻകുലോസിസിന്റെ കോസേറ്റീവ് ഓർഗാനിസം. അപ്പൊ അതൊരു ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള നോൺ മോട്ടൈൽ റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ് ഈ എറോമോണസ് സാൽമോണിസിഡ. അപ്പൊ ഈ എറോമോണസ് എന്ന് പറയുന്നതാണ് മേജർ ആയിട്ട് നമ്മൾ ഫിഷിന് ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ജീനസ് എന്ന് പറയുന്നത്. അതിൽ എറോമോണസ് സാൽമോണിസിഡയാണ് ഫ്യൂറൻകുലോസിസ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത്. സിംറ്റം എന്താണ്, ആ തന്നിട്ടുള്ള പിക്ചറിലുള്ളത് പോലെ ബോഡിയിൽ ബോയിൽ ലൈക്ക് ലീഷൻസ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്യൂറൻകിൾസ് എന്ന് പറയുന്നത്. ഹെൻസ് അങ്ങനെയാണ് ആ നെയിം ഈ ഒരു ഡിസീസിന് വന്നത്, ഫ്യൂറൻകുലോസിസ് എന്ന് വന്നത്. ദെൻ ഫിന്നിന്റെയൊക്കെ ബേസിലായിട്ട് ബ്ലീഡിങ് അല്ലെങ്കിൽ ഹെമറേജസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ബ്ലീഡിങ്സ് ഒക്കെ കാണാം. ദെൻ ഈ ഫിഷിന്റെ ബോഡി കളർ എന്താവാം, ഡാർക്കൻ ആവാം. ഡാർക്കൻ ബോഡി കളർ ഒട്ടുമിക്ക ഡിസീസസിന്റെയും സിംറ്റം ആണ്. ദെൻ എക്സോഫ്താൽമിയ, അതായത് നമ്മുടെ ഐ ബൾജ് ഔട്ട് ചെയ്ത് വരും, പോപ്പ് ഐ എന്ന് പറയും. ഐ എന്ത് ചെയ്യും, ബൾജ് ഔട്ട് ചെയ്ത് വരും, പുറത്തേക്ക് തള്ളി വരുന്നു. അതുപോലെ നെക്രോസിസ്, ടിഷ്യൂ ഡെത്ത് ഉണ്ടാകുന്നു, അൾസേഴ്സ്. അപ്പൊ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഫിഷ് എന്താവും, ലെത്താർജിക് ആവും. അതായത് അതിനൊരു എന്താ സ്വിമ്മിങ്ങിലൊക്കെ അത് എന്താവും, കുറച്ച് സ്പീഡ് കുറയുകയും അതുപോലെ അത് കുറച്ച് ക്ഷീണിക്കുന്നത് പോലെ ലെത്താർജിക് ആയി മാറും. അതുപോലെ അബ്നോർമൽ ആയിട്ടുള്ള സ്വിമ്മിങ് കാണിക്കും. അപ്പൊ ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ബോഡിയിലുള്ള ലീഷൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ടിഷ്യൂസ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട്, ഈ ടിഷ്യൂസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ബാക്ടീരിയ നമ്മൾ എന്ത് ചെയ്യുന്നു, കൾച്ചർ ചെയ്ത് നോക്കുന്നു. കൾച്ചർ ചെയ്ത് നോക്കിയ ബാക്ടീരിയ നമ്മൾ പിന്നീട് ഇത് തന്നെയാണോ, എറോമോണാസ് തന്നെയാണോ എന്നറിയാൻ ബയോകെമിക്കൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബയോകെമിക്കൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പിക്കാൻ വേണ്ടി, കൺഫർമേഷന് വേണ്ടിയിട്ട് PCR ഒക്കെ ചെയ്യാം. അതായത് DNA, ഈ ഒരു ബാക്ടീരിയയുടെ DNA ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് PCR ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂറൻകുലോസിസ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ദെൻ ഇവരുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, സിൻസ് ദിസ് ഇസ് എ ബാക്ടീരിയൽ ഡിസീസ്, നമുക്ക് എന്ത് ചെയ്യാം, ആന്റിബയോട്ടിക്സ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. ആന്റിബയോട്ടിക്സ് ലൈക്ക് ഓക്സി ടെട്രാസൈക്ലിൻ
ഫ്ലോർഫെനിക്കോൾ. ഇത് രണ്ടും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസീസസിന് യൂസ് ചെയ്യുന്ന ഒരു ആന്റിബയോട്ടിക് ആണ്. അപ്പോൾ ഓക്സി ടെട്രാസൈക്ലിനും ഫ്ലോർഫെനിക്കോളും ഇനി വരുന്ന പല ഡിസീസസിനും നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് മറ്റുള്ള സ്ലൈഡ്സിൽ ഇത് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറെ എന്താണെന്ന് വെച്ചാൽ എൻഡ്രോഫ്ലോക്സാക്സിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇവർക്ക് മെഡിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അതായത് ഫീഡിനകത്ത് മെഡിക്കേഷൻ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു 7 മുതൽ 10 ദിവസം വരെ ഇവർക്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂറൻകുലോസിസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ വാക്സിനേഷൻ ഉണ്ട്. അത് എല്ലായിടത്തും അത് വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ളതല്ല വാക്സിനേഷൻ എന്ന് പറയുന്നത്. എന്നാലും വാക്സിനേഷൻ നമുക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിസീസസ് ഒഴിവാക്കാൻ വേണ്ടി വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുക. അതായത് ഓവർ ക്രൗഡ് ചെയ്യാൻ സമ്മതിക്കുക. ഫിഷസിനെ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഫിഷസിനെ മാത്രമേ ഒരു ടാങ്കിൽ നമ്മൾ ഇടാൻ പാടുള്ളൂ. ഓവർ ക്രൗഡ് ചെയ്താലും ഇതുപോലുള്ള ബാക്ടീരിയൽ ഡിസീസസ് ഒക്കെ വരാനും സ്പ്രെഡ് ചെയ്യാനും ഒക്കെ കാരണമാകും. അപ്പൊ ഇതാണ് ഫ്യൂറൻകുലോസിസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡിസീസാണ് കോളംനാരിസ് ഡിസീസ്. കോളംനാരിസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. പോസിറ്റീവ് ഓർഗാനിസം ആരാണ്? ഫ്ലേവോബാക്ടീരിയം കോളംനാരെ. ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? ഫ്ലേവോബാക്ടീരിയം കോളംനാരെ ആണ് കോളംനാരിസിന്റെ പോസിറ്റീവ് ഓർഗാനിസം. മുന്നേ ഫോർമലി ഈ ഫ്ലേവോബാക്ടീരിയം കോളംനാരെ അറിയപ്പെട്ടിരുന്നത് ഫ്ലെക്സിബാക്ടർ കോളംനാരിസ് എന്നായിരുന്നു. ഫ്ലെക്സിബാക്ടർ കോളംനാരിസ് ആണ് ഇപ്പോൾ ഫ്ലേവോബാക്ടീരിയം കോളംനാരെ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ സിംറ്റംസ് നോക്കിയാൽ കോട്ടൺ വൂൾ ലൈക്ക് പാച്ചസ് ഉണ്ട് സ്കിൻ, ഗിൽ ആൻഡ് മൗത്ത്. അപ്പം സ്കിന്നിലും ഗില്ലിലും മൗത്തിലും ഒക്കെ കോട്ടൺ വൂളിന്റെ പാച്ചസ്, അതായത് കോട്ടൺ പോലെ ഇങ്ങനെ വൂൾ പാച്ചസ് പോലെ കാണും. ദെൻ സാഡിൽ ബാക്ക് ലീഷൻസ്, അതായത് ഇവരുടെ ബോഡിക്ക് ചുറ്റും ഒരു വിരിപ്പിട്ടതുപോലെ എന്ത് കാണാം? ലീഷൻസ് കാണാൻ പറ്റും. അത് ഏത് കളറായിരിക്കും? യെല്ലോയിഷ് ബ്രൗൺ കളറിലായിരിക്കും ആ ഒരു ലീഷൻ കാണുന്നത്. രണ്ടാമത്തെ പിക്ചറിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ബോഡിയെ റൗണ്ട് ചെയ്തിട്ട് എന്ത് കാണും? ഒരു ലീഷൻ പോലെ, ഒരു പുതപ്പിട്ടതുപോലെ ഒരു കോട്ടണി വൂൾ ലൈക്ക് പാച്ചസ് കാണാൻ പറ്റുന്നുണ്ട്. ദെൻ ഇവരുടെ ഗിൽ ടിഷ്യൂസ് എന്താവും? ഡെത്ത് ആവാം, ഗിൽ നെക്രോസിസ് ഉണ്ടാകാം. അങ്ങനെ ഗിൽ നെക്രോസിസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പൊ റാപ്പിഡ് മോർട്ടാലിറ്റി കാണിക്കും. അപ്പൊ ഈ ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ റാപ്പിഡ് മോർട്ടാലിറ്റി കാണിക്കുന്നുണ്ട്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം ആണ് ഫിൻ ഇറോഷൻ. രണ്ടാമത്തെ പിക്ചർ നോക്കിയാൽ അറിയാം, അത് ഫിന്ന് പ്രോപ്പർ ആയിട്ട് അവിടെ ഇല്ല അല്ലെ, ഫിന്നൊക്കെ ഇറോഡ് ആയിപ്പോയി, അതുപോലെ ടെയിലൊക്കെ ഇറോഡ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് അനദർ സിംറ്റം. ദെൻ ലേബേർഡ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ അത് ശ്രമപ്പെട്ടെന്ന്, ഗിൽ നെക്രോസിസ് ആയി, അതുകൊണ്ട് അതിന് എന്ത് ചെയ്യാ, നേരെ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, ശ്രമപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രീത്ത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? കോളംനാരിസ് ആണ് കോസ് ചെയ്തതെന്ന് പറയാം. ദെൻ ഇതിന് വൾണറബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ക്യാറ്റ് ഫിഷ്, തിലാപ്പിയ, കാർപ്പ്, അതുപോലെ ഓർണമെന്റൽ ഗോൾഡ് ഫിഷസ്, കോയി, പിന്നെ സാൽമോണിഡ്സ് ഒക്കെയാണ് ഈ ഒരു കോളംനാരിസ് ഡിസീസ് കോസ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഡയഗ്നോസിസ് എന്താണ്? ഈ നമ്മള് കോളം ലൈക്ക് അറേഞ്ച്മെന്റ്, ഈ സാഡൽ ബാക്ക് ലീഷൻസ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? കോളംനാരിസ് ആണെന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇവരുടെ ലീഷൻസിൽ നിന്ന് ടിഷ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് അഗാറിൽ നമ്മൾ ബാക്ടീരിയൽ കൾച്ചർ ചെയ്ത് നോക്കാം. ഇനി PCR കൺഫർമേഷൻ PCR വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം ഇന്ന ഡിസീസ് ആണെന്ന്. ദെൻ ഇവിടെ ട്രീറ്റ്മെന്റ് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ബാത്ത, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ നമുക്ക് ബാത്ത് ചെയ്യിപ്പിക്കാം ഫിഷിനെ. അതുപോലെ കോപ്പർ സൾഫേറ്റിൽ ബാത്ത് ചെയ്യിപ്പിക്കാം. അതുപോലെ ആന്റിബയോട്ടിക്സ് ആയിട്ടുള്ള ഓക്സി ടെട്രാസൈക്ലിനും ഫ്ലോർഫെനിക്കോളും നമുക്ക് കൊടുക്കാം അവർക്ക്. അങ്ങനെ ഈ ഡിസീസിനെ നമുക്ക് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു രീതിയാണ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ കുറച്ച് ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഈ ഒരു ഡിസീസ് എന്താവും? സിവിയർ ആവാൻ ചാൻസ് ഉണ്ട്. സോ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോളംനാരിസ് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത നമ്മൾ നോക്കുന്ന ഡിസീസ് ആണ് വിബ്രിയോസിസ്. വിബ്രിയോസിസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഓർഗാനിസം വിബ്രിയോ ആണ്, വിബ്രിയോ ജീനസിൽ വരുന്ന ആൾക്കാരാണ്. അതിൽ ആരൊക്കെയാണ്? വിബ്രിയോ ആംഗുലാർ, വിബ്രിയോ വെൽനിഫിക്കസ്, വിബ്രിയോ ഹാർവേയി, അതുപോലെ വിബ്രിയോ പാരാഹിമോളിറ്റിക്കസ്. ഇത്രയും ആൾക്കാരാണ്
വിബ്രിയോസിസ് ഉണ്ടാകാൻ കാരണം. അപ്പൊ വിബ്രിയോസിസിന് തന്നെ നമ്മൾ മറ്റൊരു പേര് പറയുന്നുണ്ട്, ഹിട്ര ഡിസീസ്. ഹിട്ര ഡിസീസ് എന്ന് പറയുന്നത് PYQൽ വന്നിട്ടുള്ള ഒരു ഡിസീസ് ആണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസ് ആണ് ഹിട്ര ഡിസീസ്. ദെൻ കോൾഡ് വാട്ടർ ഫൈബ്രോസിസ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഹിട്ര ഡിസീസിന്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഹെമറേജസ് ഓൺ ദി സ്കിൻ ആൻഡ് ഫീറ്റ്. അപ്പൊ മെയിൻ ആയിട്ട് ഹെമറേജസ് ആണ് ഉണ്ടാകുന്നത്, ബ്ലീഡിങ്, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ അതിന്റെ മൗത്തും ഹെഡ് റീജിയൻസും ഒക്കെ എന്താവുന്നു, റെഡ് കളറിലേക്ക് മാറുന്നു. അതുപോലെ ബോഡി ഫുള്ള് അൾസേഴ്സ് ഡെവലപ്പ് ആകുന്നുണ്ട്. അതുപോലെ അബ്ഡോമിൻ എന്താവും, ഡിസ്റ്റൻഡഡ്, അതായത് വീർത്ത് വരുന്നു, അബ്ഡോമിൻ വീർത്ത് വരും. ഇതൊക്കെയാണ് വിബ്രിയോസിസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ മറൈൻ ഫിഷസ് ലൈക് സീബ്രാസ്, അതുപോലെ സീ ബാസ്, അതുപോലെ സീ ബ്രീൻ, അതുപോലെ ബുള്ളറ്റ്, അതുപോലുള്ള എന്താ മറൈൻ ഫിഷസ്, ദെൻ ഷെൽ ഫിഷസ് ലൈക്ക് ഷ്രിമ്പ്, പ്രോൺ, അതുപോലെ ബ്രാക്കിഷ് വാട്ടർ സാൽമോണിഡ്സിനൊക്കെ ഈ ഒരു വിബ്രിയോസിസ് പിടിപെടാറുണ്ട്. അപ്പൊ ഇതിന്റെ ഡയഗ്നോസിസ് എന്താണ്? വിബ്രിയോ സ്പീഷീസിനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ടിഷ്യൂവിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ട് TBS അഗാറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൾച്ചർ ചെയ്യുന്നു. അപ്പൊ TBS അഗാർ വളരുന്നുണ്ടെങ്കിൽ അത് വിബ്രിയോ ആണെന്ന് നമുക്ക് മനസ്സിലാകാം. അത് ചില ബയോകെമിക്കൽ ടെസ്റ്റ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം, PCR ചെയ്യാം. ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക്സിന്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഓക്സിടെട്രാസൈക്ലിൻ, സൾഫോണാമൈഡ്സ്, ഫ്ലോർഫെനിക്കോൾ ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ വലിയ ഫാം ആയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വാക്സിനേഷൻ കൊടുക്കാം. ഈ ഫിഷസിന് വാക്സിൻ എടുക്കാം. അതുപോലെ വാട്ടർ ക്വാളിറ്റി സ്ട്രെസ്സും ഒക്കെ എന്ത് ചെയ്യാം, ലോ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുക, വാട്ടർ ക്വാളിറ്റി ഗുഡായിട്ട് കീപ്പ് ചെയ്യുക, ഓവർ ക്രൗഡിങ് ഒക്കെ ഒഴിവാക്കുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രിക്വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന ഒരു മേജർ ഡിസീസ് ആണ് ഫിൻ ആൻഡ് ടെയിൽ റോഡ്. ഫിൻ ആൻഡ് ടെയിൽ റോഡ് ഡിസീസ്, അതായത് ഫിന്നും ടെയിലും ഒക്കെ ഇറോഡായി പോകും. ഓക്കെ, അതാണ് ഈ ഒരു ഡിസീസിന്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എറോമോണസ് സ്പീഷീസ് അത് കോസ് ചെയ്യാറുണ്ട്, സ്യൂഡോമോണസ് സ്പീഷീസ് കോസ് ചെയ്യാറുണ്ട്, അതുപോലെ വിബ്രിയോ സ്പീഷീസ് കോസ് ചെയ്യാറ്. അപ്പൊ എറോമോണസ് ആയാലും സ്യൂഡോമോണസ് ആയാലും വിബ്രിയോ ആയാലും ഫിൻ ആൻഡ് ടെയിൽ റോട്ട് എന്ന് പറയുന്നത് ഒരു സിംറ്റം ആയിട്ട് വരാം. ഇനി അവരുടെ ഫിന്നിന്റെയും ടെയിലിന്റെയൊക്കെ എഡ്ജസിൽ വൈറ്റ് കളറ് കാണിക്കുന്നു. അതുപോലെ ടിഷ്യൂ എന്താവും, ഇറോഷൻ നടന്ന് ഇളകി പോകുന്നു. അതുപോലെ ഈ ഫിൻ ആൻഡ് ടെയിൽ റോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചില ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, അതായത് സെക്കൻഡറി ഇൻഫെക്ഷൻസ്. അപ്പൊ ഇങ്ങനെ എറോമോണസ്, സ്യൂഡോമോണസ്, വിബ്രിയോ പോലുള്ള സ്പീഷീസുകൾ ഇവരെ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് സെക്കൻഡറി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചില ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. വൾണറബിൾ സ്പീഷീസ് ഏതാണ്? എല്ലാ ഫ്രഷ് വാട്ടർ മറൈൻ ഫിഷസും എന്താണ്, വൾണറബിൾ ആണ്. ഓക്കെ, അതുപോലെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള അക്വേറിയൻ സ്പീഷീസും എന്താണ്, വൾണറബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഡയഗ്നോസിസ് എങ്ങനെയാണ്? ഫിന്നിൽ നിന്നൊക്കെ ടിഷ്യൂ എടുത്ത് നമുക്ക് കൾച്ചർ ചെയ്യാം. അതുപോലെ ഫിൻ ഡീഗ്രഡേഷൻ ഒക്കെ ഒബ്സർവ് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഫിൻ ആൻഡ് ടെയിൽ റോഡ് ഡിസീസ് ആണ്. എറോമോണാസോ സ്യൂഡോമോണാസോ അല്ലെങ്കിൽ വിബ്രിയോ ഒക്കെ എഫക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഡിസീസ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? സോൾട്ട് ബാത്ത് ആണ് ഒരു ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ ട്രീറ്റ്മെന്റിനൊക്കെ പറ്റി നമ്മൾ ഫിഷ് ഫാർമക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു ലെക്ചർ ക്ലാസ് ഉണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഈ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ മൊഡ്യൂളിൽ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് ഫിഷ് ഫാർമക്കോളജി, ഫിഷ് ടോക്സിക്കോളജി, ബയോ റെമഡിയേഷൻ, ക്വാറന്റീൻ പോലുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ പഠിക്കും. ഇപ്പൊ തൽക്കാലം ഏതൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് മാത്രം നമ്മളിവിടെ നോക്കിയാൽ മതി. ദെൻ മെത്തിലീൻ ബ്ലൂ നമുക്ക് യൂസ് ചെയ്യാം ഒരു ട്രീറ്റ് ചെയ്യാൻ നേരത്ത്. അതുപോലെ ആന്റിബയോട്ടിക്സ് ലൈക് ടെട്രാസൈക്ലിൻ, ക്ലോറാംഫെനിക്കോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു ഡിസീസ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത ഡിസീസ് ആണ് ഡ്രോപ്സി. ഡ്രോപ്സി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഡിസീസ് ആണ്. അതായത് യൂഷ്വലി എറോമോണസ് ഹൈഡ്രോഫില്ല എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഓഫ് ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്, ഡ്രോപ്സി ഡിസീസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ സിംറ്റം വേറെ ഒന്നുമല്ല, ഡ്രോപ്സി ഉള്ള ഫിഷ് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. കാരണം അതിന്റെ അബ്ഡോമിൻ എന്തായിരിക്കും, സ്വള്ളൻ ആയിരിക്കും. എന്നിട്ട് ആ അബ്ഡോമിന്റെ ഉള്ളിൽ എന്താണ്, ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ്, ഫിഷിന് ഡ്രോപ്സി ആണ്. അത് പിക്ചറിൽ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം, അബ്ഡോമിൻ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഡ്രോപ്സി വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കെയിൽസ് എന്താവും, പൈനിന്റെ കോൺ പോലെ ഇങ്ങനെ ഉയർന്നിരിക്കും.
സ്കെയിൽസ്. അതുപോലെ ഇവരുടെ ബോഡി ക്യാവിറ്റിക്കുള്ളിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ നടക്കും, ഗിൽസ് ഒക്കെ പെയിലാകും ആൻഡ് ഫിഷ് ലെഥാർജിക് ആവും. ഇതാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. വൾനറബിൾ സ്പീഷീസ് ആരൊക്കെയാണ്? കാർബ്സും ഗോൾഡ് ഫിഷസും കോയും അതുപോലെ ലൈവ് ബിയറേഴ്സ്. അതായത് ചില ഓർണമെന്റൽ ഫിഷസ് ഒക്കെ എന്ത് ചെയ്യുന്നു, മുട്ടയിടുന്നതിന് പകരം യങ് വൺസിന് ബർത്ത് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലൈവ് ബിയറേഴ്സിനും ഈ ഡ്രോപ്സി വരാറുണ്ട്. ദെൻ ഡയഗ്നോസിസ് എന്താണ്? ഇവരുടെ ഈ വീർത്തിരിക്കുന്ന അബ്ഡോമിനിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിൻ ചെയ്യാം, അത് കൾച്ചർ ചെയ്യാം. അതുപോലെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കൾച്ചർ ചെയ്യാം. അതുപോലെ ഈ സിംറ്റമും സ്വെല്ലിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ മനസ്സിലാകും ഡ്രോപ്സി ആണ്. ട്രീറ്റ്മെന്റ് വേറൊന്നുമില്ല, ആന്റിബയോട്ടിക്കില് സോക്ക് ചെയ്ത ഫീഡ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ എപ്സം സോൾട്ട് ഇവരെ ബേറ്റ് ചെയ്യിപ്പിക്കാം. അതുപോലെ നമ്മൾ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഹൈജീൻ ഒക്കെ ഇംപ്രൂവ്, അതായത് ഇവരുടെ ഇപ്പൊ ഓർണമെന്റൽ ഫിഷ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളമൊക്കെ അക്വേറിയത്തിലെ വെള്ളമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഫിൽട്രേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്ത് എന്ത് ചെയ്യാം, ഗുഡ് വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊക്കെ നമുക്ക് ഈ ഒരു ഡ്രോപ്സി ഒഴിവാക്കാൻ പറ്റും. ദെൻ അടുത്തൊരു ഡിസീസ് ആണ് കോട്ടൺ മൗത്ത് ഡിസീസ്. അപ്പൊ ഈ പിക്ചറിൽ കാണാം നമുക്ക് മൗത്തിൽ ഒരു കോട്ടണി ഒരു അപ്പിയറൻസ് കാണാം അല്ലേ. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഫംഗൽ ഡിസീസ് ആണെന്ന് വിചാരിക്കും, പക്ഷെ ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ്. അതാണ് കോട്ടൺ മൗത്ത് ഡിസീസ്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസവും ആരാണ്? ഫ്ലേവോ ബാക്ടീരിയം കോളംനാരയാണ്. കോളംനാരിസ് വരുത്തിയ അതേ ആൾക്കാരാണ് എന്ത് കോട്ടൺ മൗത്ത് ഡിസീസ് വരുത്തുന്നത്. സിംറ്റംസ് എന്താണ്? വൈറ്റ് കോട്ടൺ പാച്ചസ് അറൌണ്ട് ദ മൗത്തിൽ വൈറ്റ് കോട്ടൺ പാച്ചസ് കാണും. ലിപ്പ് റീജിയനിൽ അൾസേഴ്സ് വരും. അപ്പൊ ഇങ്ങനെ ലിപ്പ് റീജിയനിൽ അല്ലെങ്കിൽ മൗത്ത് റീജിയനിൽ പ്രോബ്ലം വരുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും എന്താ ഇവര് പതിയെ പതിയെ ഡെത്തിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. വൾനറബിൾ സ്പീഷീസ് ആരാണ്? ഗപ്പീസ്, മോളീസ്, അതുപോലെ സിക്ലിഡ് ഫിഷസ്, കാറ്റ് ഫിഷസ്, കാർപ്പ് എന്നൊക്കെയാണ് ഈ ഒരു കോട്ടൺ മൗത്ത് ഡിസീസ് വരുന്നത്. ഡയഗ്നോസിസ് എന്താണ്? വെറ്റ് മൗണ്ട് ഫോർ ബാക്ടീരിയൽ മാറ്റ്, അതായത് ഈ ബാക്ടീരിയൽ മാറ്റ് നമ്മൾ എടുത്തിട്ട് കൾച്ചർ ചെയ്ത് നോക്കാം. അപ്പൊ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാകും? ഈ പർട്ടിക്കുലർ ഓർഗാനിസം ആണ് ഈ ഒരു ഡിസീസിന്റെ കാരണം എന്ന് മനസ്സിലാകാം. അതുപോലെ ട്രീറ്റ്മെന്റ് എങ്ങനെ കൊടുക്കാം? പൊട്ടാസ്യം പെർമാംഗനേറ്റ്, കോപ്പർ സൾഫേറ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതിലൊക്കെ ബാറ്റ് ചെയ്യിപ്പിക്കാം. അതുപോലെ ഓക്സി ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് പ്രൊവൈഡ് ചെയ്യാം ഫീഡ് വഴി. അങ്ങനെ ചെയ്താൽ ഇവരെ എന്ത് ചെയ്യാം, ഒരു പരിധി വരെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇവരെ ബാക്ടീരിയൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക് യൂസ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ കോട്ടൺ മൗത്ത് ഡിസീസ് ഇതാണ്. ഇനി അടുത്ത ഡിസീസ് ആണ് ഫിഷ് ട്യൂബർകുലോസിസ്. അപ്പൊ ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അനിമൽസിൽ നിന്ന് ഹ്യൂമനിലേക്ക് പകരാൻ ചാൻസ് ഉള്ള ഡിസീസ് ആണ് സൂണോട്ടിക് ഡിസീസ്. അപ്പം ഇതിന്റെ പോസിറ്റീവ് ഓർഗാനിസം മൈക്കോബാക്ടീരിയം മറൈനമാണ്. മൈക്കോബാക്ടീരിയം മറൈനം ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. അതുപോലെ മൈക്കോബാക്ടീരിയം ഫോർട്ടിയൂറ്റം, മൈക്കോബാക്ടീരിയം കീലോണെ, ഇതൊക്കെ എന്താണ് ഫിഷ് ട്യൂബർകുലോസിസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയകളാണ്. ദെൻ സിംറ്റംസ് എന്തൊക്കെയാണ്? ക്രോണിക് വാസ്റ്റിംഗ്, അതുപോലെ സ്കിൻ അൾസർ, സ്പൈനൽ ഡിഫോർമിറ്റീസ്. കണ്ടോ സ്പൈനൽ ഡിഫോർമിറ്റി കണ്ടോ? അത് ഫസ്റ്റ് ഫിഗറിൽ കാണാം. അതിന്റെ സ്പൈൻ ഇങ്ങനെ ഡിഫോംഡ് ആയിട്ടാണ്, ഒന്ന് വളഞ്ഞൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ അതിന്റെ സ്കിന്നിൽ അൾസേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇവരുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ടിഷ്യൂസ് ഒക്കെ ഇങ്ങനെ ഇളകി ഇളകി പോകുന്നുണ്ട്. അതുപോലെ കളറൊക്കെ ഫെയ്ഡ് ആകുന്നുണ്ട്. അതുപോലെ സ്ലോ ഡെത്ത് ആണ് ഇതിന്റെ ഒരു ഫൈനൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ലോ ഡെത്ത് ആണ്. ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അതിന് ഡെത്ത് സംഭവിക്കും. അങ്ങനെയുള്ള ഒരു ഡിസീസ് ആണ് ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് വെർണറബിൾ ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഓർണമെന്റൽ ഫിഷസ് ലൈക്ക് ഗപ്പീസ്, മോളീസ്, ഗോൾഡ് ഫിഷസ്. അതുപോലെ നമ്മുടെ കൾച്ചർ ചെയ്യുന്ന സ്പീഷീസ് ലൈക്ക് തിലാപ്പിയ, കാറ്റ് ഫിഷ്. അതുപോലെ ഷെൽ ഫിഷിനും വളരെ റയർ ആയിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ, പക്ഷെ ഉണ്ടാവാറുണ്ട്. മെയിൻ ആയിട്ട് തിലാപ്പിയക്കും കാറ്റ് ഫിഷിനും ഓർണമെന്റൽ ഫിഷസ് ലൈക്ക് ഗപ്പീസിനും ഒക്കെയാണ് ഉണ്ടാവുന്നത്. ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, നമ്മുടെ ഗ്രാം സ്റ്റെയിനിങ് പോലെ മറ്റൊരു സ്റ്റെയിനിങ് ആണ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്. അതുവഴി നമുക്ക് കണ്ടുപിടിക്കാം. PCR ഉണ്ട്. ദെൻ ഹിസ്റ്റോപത്തോളജി, അതായത് ടിഷ്യൂസിനൊക്കെ എടുത്ത് പഠനങ്ങളൊക്കെ നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോസിറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ ഏത് ഡിസീസ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനി ട്രീറ്റ്മെന്റ് ആണെങ്കിൽ
ഫാമിൽ ഇതിന് ഒരു എന്താ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഇല്ല. വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഡെത്ത് ആയി പോകും. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതുപോലെ ഒരു ഇത് മാറ്റി കഴിഞ്ഞാൽ ആ ടാങ്ക് എന്ത് ചെയ്യാം, ക്ലോറിനും ഫോർമാലിനും ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്യാം. അതാണ് നമുക്ക് ഫിഷ് ട്യൂബർകുലോസിസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതില്ല. ഇങ്ങനെ ഇനി മറ്റുള്ള ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ഇൻഫെക്ട് ചെയ്യാം. ഇനി 8ാമത്തെ ഡിസീസാണ് ബാക്ടീരിയൽ ഗിൽ ഡിസീസ്. അപ്പൊ ഇതിൽ ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാം, ഗില്ലിൽ എന്താണ് ഒരു ടിഷ്യൂ ഡെത്ത് ആയിട്ടുള്ള അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഈ ബാക്ടീരിയൽ ഗിൽ ഡിസീസ് വരുത്തുന്നത് ഫ്ലേവോ ബാക്ടീരിയം ബ്രാങ്കിയോഫില്ലം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ്. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഗിൽ നെക്രോസിസ്, അതുപോലെ എക്സസ് മ്യൂക്കസ്, ആ ഒരു ഗില്ലിന്റെ ഏരിയയിൽ മ്യൂക്കസ് നമുക്ക് പിക്ചറിൽ കണ്ടാൽ അറിയാം, എക്സസ് ആയിട്ട് മ്യൂക്കസ് ഇരിക്കുന്ന പോലത്തെ ഒരു അപ്പിയറൻസ്. അതുപോലെ ഗില്ലിന് പ്രശ്നമായത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രീത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, എയറിന് വേണ്ടി ഗ്യാസ് ചെയ്യും. സർഫസിലേക്ക് വന്നിട്ട് എയറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്യാസ് ചെയ്യും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, ഓക്കെ അതിന്റെ ഗില്ലിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് വന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു സിംറ്റം കാണുമ്പോഴത്തേക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ ഹൈ മോർട്ടാലിറ്റി ഇൻ ഫ്രൈ. അപ്പൊ ഫ്രൈ എന്നിവിടെ ഉദ്ദേശിച്ചുള്ളത് യങ് ഫിഷസിനെയാണ്. അതായത് എഗ് ഹാച്ച് ചെയ്ത് ഇത് എന്താ ഒരു പർട്ടിക്കുലർ ലെങ്തിലെത്തിയ യങ് ഫിഷസിനെയാണ് നമ്മൾ ഫ്രൈ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്രൈ എന്ന് പറയുന്ന സ്റ്റേജിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഈ ഗിൽ ഡിസീസ് വരുന്നതെങ്കിൽ ഹൈ മോർട്ടാലിറ്റി ആണ് അതിന്റെ ഒരു മറ്റൊരു സിംറ്റം. അതായത് കൂട്ടത്തോടെ അത് എന്ത് ചെയ്യും, ചത്തുപോകും. ഹൈ മോർട്ടാലിറ്റി ആണ്. അപ്പൊ കാരണം എന്താണ്, ഇവർക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, ഗില്ലിനാണ് പ്രശ്നം വരുന്നത്. ഇനി വൾണറബിൾ സ്പീഷീസ് ആരൊക്കെയാണ്, സാൽമോണിഡ്സ്, അതുപോലെ കാർപ്പ് ഫ്രൈ, കാറ്റ് ഫിഷ് ഫ്രൈ. കാർപ്പിന്റെയും കാറ്റ് ഫിഷസിന്റെയും യങ് ഫിഷസിനാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഡയഗ്നോസിസ് എന്താണ്, അപ്പോൾ നമ്മള് വേറൊന്നുമില്ല, കൾച്ചർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി, അതായത് ബാക്ടീരിയ അറ്റാച്ച് ടു ഗിൽ ലാമിനെ നമുക്ക് മൈക്രോസ്കോപ്പിൽ ഇതിന്റെ ഇതെടുത്തിട്ട്, അതായത് സാമ്പിൾ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് എന്താണ്, ക്ലോറമൈൻ ടീ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിലൊക്കെ ബാത്ത് ചെയ്യിപ്പിക്കാം. ദെൻ ഓർഗാനിക് ലോഡ്, അതായത് നമ്മൾ ഓവർ ഫീഡ് ചെയ്യാൻ പാടില്ല, ഓവർ ഫീഡ് ചെയ്യരുത്, അതുപോലെ ഓവർ ക്രൗഡും ചെയ്യരുത്. ഓക്കെ, അങ്ങനെ അത് ഒഴിവാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിന്റെ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി 9ാമത്തെ ഒരു ഡിസീസാണ് എഡ്വാർഡ്സിയലോസിസ്. എഡ്വാർഡ്സിയലോസിസ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസീസാണ്. ക്യാറ്റ് ഫിഷസിനൊക്കെയാണ് ഇത് മേജർ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. മാത്രമല്ല തിലാപ്പിയ, കാർപ്പി, ഈൽസിനൊക്കെ അഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ എഡ്വാർഡ്സിയലോസിസ് വരുത്തുന്ന സ്പീഷീസ് ആരാണ്, എഡ്വാർഡ്സിയല്ല ടാർഡ, എഡ്വാർഡ്സിയല്ല ഇറ്റാലുറി, അതുപോലെ എഡ്വാർഡ്സിയല്ല ഹോഷിനെ പോലുള്ള ബാക്ടീരിയകളാണ് എഡ്വാർഡ്സിയലോസിസ് വരുത്തുന്നത്. അപ്പൊ പഠിക്കാൻ എളുപ്പമുണ്ട്, എഡ്വാർഡ്സിയല്ല എന്ന് തുടങ്ങി തന്നെയാണ് ഇതിന്റെ ജീനസ് നെയിം വരുന്നത്. സിംറ്റം എന്താണ്, ഹെമറേജിക് സെപ്റ്റിസീമിയ. ഹെമറേജിക് സെപ്റ്റിസീമിയ നമ്മൾ ഇനി അടുത്തൊരു ഡിസീസ് ആയിട്ട് പഠിക്കും. ഈ ഹെമറേജിക് സെപ്റ്റിസീമിയ ഒരു സിംറ്റം ആണ്. അതുപോലെ അൾസറേറ്റീവ് ലീഷൻസ്, ഇവർക്ക് അൾസേഴ്സ് ആണ്, സ്കിൻ അൾസേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അബ്ഡോമിൻ ഡിസ്റ്റൻഡ് അല്ലെങ്കിൽ സ്വെള്ളനായിട്ട് വരുന്നു. ഐ പോപ്പ് ചെയ്ത് വരും. ഐ പോപ്പിങ് ഇതിൽ കാണാൻ പറ്റുന്നില്ല, ഫിഗറിൽ നമുക്ക് അറിയാൻ പറ്റുന്നില്ല, പക്ഷെ 2ാമത്തെ ഫിഗറിൽ അതിന്റെ എന്താ സ്കിന്നിൽ അൾസേഴ്സ് നമുക്ക് കാണാം അല്ലെ. ദെൻ മെലനോസിസ്, അതായത് അതിന് ശരിക്കുള്ള ഒരു കളറിൽ നിന്ന് ഡാർക്കൻ ആയി പോകും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് എഡ്വാർഡ്സിയലോസിസിന്റെ സിംറ്റം എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് എങ്ങനെയാണ്, കൾച്ചർ ചെയ്ത് അറിയാം, മോട്ടിലിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം, PCR ഇതുവഴിയൊക്കെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് എന്താണ്, ആന്റിബയോട്ടിക് ലൈക്ക് ഓക്സി ടെട്രാസൈക്ലിൻ, ഫ്ലോർഫെനിക്കോൾ ഒക്കെ കൊടുക്കാം. അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ സ്ട്രെസ് ഒഴിവാക്കാം, വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, അതുപോലെ ക്രൗഡിങ് ഒഴിവാക്കി തന്നെ ഈ ഡിസീസ് ഒക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഡിസീസാണ് ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ഇതിന്റെ കോസിറ്റീവ് ഓർഗാനിസം ആരൊക്കെയാണ്, എറോമോണസ് ഹൈഡ്രോഫില്ല, സ്യൂഡോമോണസ് വിബ്രിയോ. അപ്പൊ നമ്മൾ നേരത്തെ ഡ്രോപ്സി പറഞ്ഞതുപോലെ എന്താ ഡ്രോപ്സി പറഞ്ഞതുപോലെ ഡ്രോപ്സി അല്ല സോറി, ഫിൻ ആൻഡ് ടെയിൽ റോട്ട് പറഞ്ഞതുപോലെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പീഷീസ് എന്താണ് ഈ പർട്ടിക്കുലർ ഡിസീസിന് കാരണമാകുന്നുണ്ട് അല്ലേ. കണ്ടോ, എറോമോണാസ് ഉണ്ട്, സ്യൂഡോമോണാസ് ഉണ്ട്, വിബ്രിയോ ഉണ്ട്. അപ്പൊ എറോമോണാസ് ഇൻഫെക്ഷൻ നടന്നാലും
ഹെമറേജിക് സെപ്റ്റിസിമിയ ഉണ്ടാകുന്നുണ്ട്, സ്യൂഡോമോണസ് ആയാലും ഉണ്ടാകുന്നുണ്ട്, വിബ്രിയോ ആയാലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് എന്താണ്? റെഡ് പാച്ചസ് ഓൺ ദ സ്കിൻ. ഫോട്ടോയിൽ നമുക്ക് ആ ഒരു ഇമേജിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം റെഡ് പാച്ചസ് അല്ലേ. അതുപോലെ ഫിന്നിന്റെ അറ്റത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നു, അൾസേഴ്സ് അൾസേഴ്സ് ഉണ്ടാകുന്നു, അബ്ഡോമിൻ സ്വെൽ ചെയ്ത് വരുന്നു, ദെൻ ഇന്റേണൽ ഓർഗൻസിലൊക്കെ ബ്ലീഡിങ് ഉണ്ടാകുന്നു, ഹെമറേജസ് ഉണ്ടാകുന്നു. ഇതാണ് സിംറ്റംസ് ആയിട്ട് വരുന്നത്. വൾണറബിൾ സ്പീഷീസ് ആരൊക്കെയാണ്? കാർബ്സ്, തിലാപ്പിയ, അതുപോലെ നമ്മൾ മറൈൻ ഫിഷസിനൊക്കെ എന്ത് വരാറുണ്ട്? ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ വരാറുണ്ട്. ദെൻ ഡയഗ്നോസിസ് എങ്ങനെയാണ്? ബ്ലഡ് കൾച്ചർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കൾച്ചർ ചെയ്ത് നോക്കാം. അതുപോലെ ഈ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ ആണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി ട്രീറ്റ്മെന്റ് എന്താണ്? ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഓക്സിടെട്രാസൈക്ലിൻ, ഫ്ലോർഫെനിക്കോൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ സോൾട്ട് ബാത്ത് ചെയ്യിപ്പിക്കാം, വാട്ടർ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം, ക്രൗഡിങ് കുറയ്ക്കാം. ഇതൊക്കെ വഴിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് നമ്മൾ ഇത്രയും ഡിസീസ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഇനി കുറച്ച് ഡിസീസ് അതിന്റെ കോസറ്റീവ് ഓർഗാനിസംസും നമ്മളൊന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ എർസീനിയോസിസ്. എർസീനിയോസിസ് നമ്മൾ നേരത്തെ ഒരു ലെക്ചറിൽ കേട്ടുള്ളതാണ്. എൻഡറിക് റെഡ് മൗത്ത് ഡിസീസ് ഉണ്ടാക്കുന്ന ആ ഡിസീസിനെയാണ് നമ്മൾ എർസീനിയോസിസ് എന്ന് പറയുന്നത്. ഈ എർസീനിയോസിസ് ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണ് എർസീനിയ റെക്കറി. അതൊരു ബാക്ടീരിയ ആണ്. എർസീനിയ റെക്കറി ഒരു ബാക്ടീരിയ ആണ്. എർസീനിയോസിസ് അല്ലെങ്കിൽ എൻഡറിക് റെഡ് മൗത്ത് ഡിസീസ് കോസ് ചെയ്യുന്നു. അപ്പൊ ഇതെന്താണ്? മൗത്തിന് ചുറ്റും ഹെമറേജ് പോലെ. ഫസ്റ്റ് ഫിഗറിൽ A, B, C എന്ന് കൊടുത്തിരിക്കുന്ന മൂന്നും എർസീനിയോസിസ് വന്ന ഒരു ഫിഷിന്റെ പിക്ചർ ആണ്. അതിൽ രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഇമേജിൽ നമുക്ക് ആ ഒരു മൗത്തിലുള്ള ഹെമറേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ മൗത്തിന്റെ ചുറ്റും ഹെമറേജ് ഉണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു എൻഡറിക് റെഡ് മൗത്ത് ഡിസീസിന്റെ സിംറ്റം എന്ന് പറയുന്നത്. ബാക്ടീരിയൽ കിഡ്നി ഡിസീസ് എന്ന പിക്ചർ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്ന കോസറ്റീവ് ഓർഗാനിസം ആരാണ്? റെനി ബാക്ടീരിയം സാൽമോണിനാരം. റെനി ബാക്ടീരിയം സാൽമോണിനാരം ആണ് ബാക്ടീരിയൽ കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നത്. ദെൻ സ്ട്രെപ്റ്റോകോക്കോസിസ്. സ്ട്രെപ്റ്റോകോക്കോസിസ് ഉണ്ടാക്കുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ഇനിയെ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ് ആൽഗലേറ്റിയെ. അപ്പൊ അഗലേറ്റിയെ. അപ്പൊ സ്ട്രെപ്റ്റോകോക്കോസിസ് വരുന്നത് സ്ട്രെപ്റ്റോകോക്കസ് നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. അത് തിലാപ്പിയൊക്കെയാണ് കൂടുതലായിട്ട് സ്ട്രെപ്റ്റോകോക്കോസിസ് ഒക്കെ വരുന്നത്. ദെൻ നോർകാർഡിയ ഇൻഫെക്ഷൻ. നോർകാർഡിയ, നോഡ വൈറസ് രണ്ടും മാറിപ്പോരുത്. നോർകാർഡിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. നോർകാർഡിയ സെരിയോള എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് നോർകാർഡിയ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ ഈ എന്താ നാലാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. സ്ട്രെപ്റ്റോകോക്കോസിസ് ആണ് രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഐ ഒക്കെ ബൾജ് ചെയ്ത് വരുന്നു, ദെൻ ഹെമറേജസ് ഒക്കെ ഉണ്ടാകുന്നതാണ് സ്ട്രെപ്റ്റോകോക്കോസിന്റെ എന്താണ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നോർകാർഡിയ ഇൻഫെക്ഷൻസ് നമ്മൾ നാലാമത്തെ ഇതിന് കാണിച്ചിട്ടുണ്ട്. ഗ്രാനുലോമേറ്റസ്, അതായത് ഗ്രാനുലോമാസ് ഉണ്ടാകും. ഇത് എവിടെയാണ് ഉണ്ടാകുന്നത്? ഇതിന്റെ ഗിൽസിലാണ്. അതിന്റെ ഗിൽ ഏരിയയിലാണ് ഗ്രാനുലോമാസ് ഉണ്ടാകുന്നത്. ഇതാണ് നോർകാർഡിയ സെരിയോളയുടെ സിംറ്റം എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഡിസീസ് ആണ് പാസ്ചറുല്ലോസിസ്. അതിനെ നമ്മൾ ഫോട്ടോബാക്ടീരിയോസിസ് എന്നും പറയും. പാസ്ചറുല്ലോസിസ് അല്ലെങ്കിൽ ഫോട്ടോബാക്ടീരിയോസിസ്. അതിന്റെ കോസറ്റീവ് ഓർഗാനിസം ആരാണ്? ഫോട്ടോബാക്ടീരിയം ഡാംസേല. ഫോട്ടോബാക്ടീരിയം ഡാംസേലയാണ്. അതിന് സബ് സ്പീഷീസും ഉണ്ട്. അത് നമുക്ക് വേറൊരു മുന്നേ ഉണ്ടായിരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോബാക്ടീരിയം ഡാംസേലയെ പറ്റിയിട്ട്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് എന്താണ്? ഹെമറേജസ് ഉണ്ട് സ്കിൻ ആൻഡ് ഫിൻസ്. സ്കിന്നിലും ഒക്കെ ഹെമറേജസ് ഉണ്ടാകുന്നുണ്ട്. പോപ്പ് ഐ അല്ലെങ്കിൽ എക്സോഫ്താൽമിയ ഉണ്ടാകുന്നുണ്ട്. സ്പ്ലീൻ എൻലാർജ് ചെയ്യുന്നതൊക്കെയാണ് പാസ്ചറുല്ലോസിസിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതുവരെയാണ്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷസിന് വരുന്ന ബാക്ടീരിയൽ ഡിസീസ്. ഇതൊക്കെയാണ് ബാക്ടീരിയൽ ഡിസീസ്. ഇനി നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വൈറൽ ഡിസീസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം എന്തൊക്കെ ഡിസീസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കിയത്? നമ്മളൊരു 15ഓളം ഡിസീസിനെ പറ്റി നോക്കിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കിയത് ആരാണ്? ഫ്യൂറൻകുലോസിസ് ആണ്. കോസറ്റീവ് ഓർഗാനിസം എയറോമോണാസ് ആണ്. ഓക്കെ, ഫ്യൂറൻകിൾസ് വരും എന്നുള്ളതാണ് മേജർ ആയിട്ടുള്ള സിംറ്റം. കോളംനാരിസ്, ഫ്ലേവോബാക്ടീരിയം കോളംനാരെ, കോട്ടൺ പാച്ചസ്, സാഡിൽ ബാക്ക് ലീഷൻസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ദെൻ അടുത്ത് വരുന്നത് വിബ്രിയോസിസ് വരുത്തുന്നത്. വിബ്രിയോസിന്റെ മറ്റൊരു പേര് എന്താണ്? ഹിട്ര ഡിസീസ് അല്ലെങ്കിൽ കോൾഡ് വാട്ടർ വിബ്രിയോസിസ് എന്നാണ്. വിബ്രിയോ ജീനസിൽ വരുന്ന ആൾക്കാരാണ്. ഇതിന്റെ കോസേറ്റീവ് ഓർഗാനിസം ഹെമറേജസ് ഒക്കെയാണ്. ഇതിന്റെ ഹെമറേജസ് ഓൺ സ്കിൻ ആൻഡ് ഫിൻ.
അതുപോലെ മൗത്ത് റെഡ് കളർ ആവും. ഇതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ദെൻ ഫിൻ ആൻഡ് ടെയിൽ റൂട്ട് ഡിസീസ്, എറോമോണാസ്, സ്യൂഡോമോണാസ്, വിബ്രിയോ, 3 ടൈപ്പ് സ്പീഷീസും ഈ ഒരു ഡിസീസ് കോസ് ചെയ്യാം. ഫിന്നൊക്കെ ഇറോഡായി പോകുന്നു, ടെയിൽ ഇറോഡായി പോകുന്നു. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ ഒപ്പം സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡ്രോപ്സി എറോമോണസ് ഹൈഡ്രോഫിലിയാണ് ഉണ്ടാക്കുന്നത്. സ്വെല്ലൻ അബ്ഡോമിനും ഫ്ലൂയിഡ് ഫീൽഡിന്റെ അബ്ഡോമിനും ആണ് ഇതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. കോട്ടൺ മൗത്ത് ഡിസീസ് ആരാണ്? ഫ്ലേവോബാക്ടീരിയം കോളംനാരയാണ്. അപ്പൊ വൈറ്റ് കോട്ടൺ ലൈക്ക് പാച്ചസ് ഇൻ ദ മൗത്ത്, അതാണ് അതിന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത്. ഫിഷ് ട്യൂബർകുലോസിസ് ഉണ്ടാക്കുന്നത് ആരാണ്? മൈക്കോബാക്ടീരിയം മറൈന. മൈക്കോബാക്ടീരിയം ജീനസിൽ വരുന്ന ആൾക്കാരാണ്. എന്താ സ്പൈനൽ ഡിഫോർമിറ്റീസ്, ക്രോണിക് വാസ്റ്റിംഗ്, അതുപോലെ സ്ലോ ഡെത്ത് ഒക്കെയാണ്. ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. കൂടുതൽ എന്താ ഓർണമെന്റൽ ഫിഷസിനും തിലാപ്പിയൊക്കെയാണ് ഇത് വരുന്നത്. ഇതൊരു സൂനോട്ടിക് ഡിസീസ് ആണെന്നും കൂടെ ഓർത്ത് വെക്കുക. അതായത് അനിമലിൽ നിന്ന് ഹ്യൂമൻ, ഫിഷിൽ നിന്ന് ഹ്യൂമൻസിന് പകരാൻ ചാൻസ് ഉള്ള ഡിസീസ് ആണ്. ദെൻ ബാക്ടീരിയൽ ഗിൽ ഡിസീസ്, ഫ്ലേവോബാക്ടീരിയം ബ്രാങ്കിയോഫിലം ആണ്. അപ്പൊ ഗില്ല് നെക്രോസിസ് ആണ്, ഗിൽ ഡിസീസ് ആണ്. ഗില്ലിന് നെക്രോസിസ് സംഭവിക്കുന്നുള്ളതാണ് ഇതിന്റെ സിംറ്റം. എഡ്വാർഡ്സിയെല്ല ടാർഡയാണ് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്. എഡ്വാർഡ്സിയെല്ല സ്പീഷീസുകളാണ് എഡ്വാർഡ്സിയല്ലോസിസ് ഉണ്ടാക്കുന്നത്. ഹെമറജിക് സെപ്റ്റിസീമിയ, അതുപോലെ അൾസറേറ്റീവ് ലീഷൻസ് ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. ബാക്ടീരിയൽ ഹെമറേജിക് സെപ്റ്റിസീമിയ ഉണ്ടാക്കുന്നത് 3 ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. എറോമോണസ് ഹൈഡ്രോഫില, സ്യൂഡോമോണസ്, വിബ്രിയോ. അതുപോലെ ഇതിന്റെ സിംറ്റംസ് എന്താണ്? റെഡ് പാച്ചസ് ആണ്, അൾസേഴ്സ് ആണ്, ഇന്റേണൽ ഹെമറേജ് ഒക്കെയാണ് ഇതിന്റെ സിംറ്റംസ്. ദെൻ നമ്മൾ നോക്കിയത് എർസീനിയോസിസ്, എൻഡറിക് റെഡ് മൗത്ത് ഡിസീസ് എന്ന് പറയും. അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം എർസീനിയ റെക്കറി ആണ്. ദെൻ ബാക്ടീരിയൽ കിഡ്നി ഡിസീസ്, അതിന്റെ കോസേറ്റീവ് ഓർഗാനിസം റെനി ബാക്ടീരിയം സാൽമോണിനാരമാണ്. സ്ട്രെപ്റ്റോകോക്കോസിസ് കോസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് ഇനിയയാണ്. നോർക്കാഡിയ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് നോർക്കാഡിയ സിരിയോളയാണ്. പാസ്റ്ററലോസിസ് കോസ് ചെയ്യുന്നത് ഫോട്ടോബാക്ടീരിയം ലാൻസിയലയാണ്. അപ്പോ ഇതില് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക, ഈ പറഞ്ഞ എല്ലാ ഡിസീസസും ഇതുപോലെ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക, എല്ലാ ഡിസീസസും ഒരുമിച്ച് ഒറ്റ പേപ്പറിൽ നിൽക്കുന്ന രീതിയിൽ എഴുതുക, പഠിക്കുക. ഇത് മാത്രമേ നമുക്കിത് ബൈഹാർട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു മാർഗമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു തവണ വായിച്ചെന്നും പറഞ്ഞിട്ട് നമുക്കിത് ഓർമ്മയിരിക്കില്ല. വീണ്ടും വീണ്ടും നമ്മൾ റിക്വലൈറ്റ് ചെയ്യണം. മെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലൊരു പേപ്പറിൽ ബാക്ടീരിയൽ ഡിസീസ് എല്ലാം ഒരുമിച്ച് എഴുതി പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 1-2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഈ ഒരു പോർഷനിൽ നിന്ന് മാത്രം. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത്. നന്നായി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വൈറൽ ഡിസീസുമായിട്ട് കാണാം. ഇതുവരേക്കും ബൈ.